ഹായ് ഫ്രണ്ട്സ്, 2020 റിലീസായ പാതാൾ ലോകിന്റെ സീസൺ 2 ഇപ്പം ആമസോൺ പ്രൈമിൽ കൂടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. സീസൺ 1 കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും സീസൺ 2 നിങ്ങൾക്ക് ഒരിക്കലും നിരാശ തരാത്തൊരു സീസൺ ആയിരിക്കും. പാതാൾ ലോകിന്റെ സീസൺ 1 അത് റിലീസായ ടൈമിൽ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു സീസൺ ആയിരുന്നു. പക്ഷെങ്കിൽ ഞാനത് സീസൺ 2 വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇപ്പം കണ്ടു തീർത്തതേ ഉള്ളൂ. അങ്ങനെ സീസൺ 1 കണ്ട് തീർന്ന ഉടനെ സീസൺ 2 കൂടി കണ്ടതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സീസൺ 2 ഇഷ്ടപ്പെട്ടു. സീസൺ 1 ഉറപ്പായിട്ടും കാണണം. സീസൺ 2 അത്യാവശ്യം ടെസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നമുക്ക് സീസൺ 1 ആസ്വദിച്ചതുപോലെ തന്നെ ആസ്വദിക്കാം. അതേ രീതിയിലുള്ള ഇത് തന്നെയാണ്. തമിഴ് ഡബിങ് പക്കായായിരുന്നു. മലയാളം പക്ഷെങ്കിൽ ഓക്കെ അല്ല. ഒന്നെങ്കിൽ ഹിന്ദി കാണാം, അല്ലെങ്കിൽ തമിഴ് ഡബിങ് ഓക്കെ ആയിരുന്നു. സീസൺ 2 വരുമ്പം സീസൺ 1 ഒരുപാട് കാര്യങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ വശങ്ങളെല്ലാം തുറന്നു കാണിക്കുന്നുണ്ടായിരുന്നു. ഇതും പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എങ്കിൽ പോലും അത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നില്ല. ഇതിന്റെ മെയിൻ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഒരു മർഡർ നടക്കുന്നു, അതിന്റെ കൂടെ തന്നെ ഒരാൾ മിസ്സിംഗ് ആകുന്നു. അത് രണ്ടും ഒരു വലിയ കേസും ഒരു ചെറിയ കേസും അത് തമ്മിൽ എങ്ങനെ കണക്ട് ആവുന്നു, എല്ലാം ഡീസെന്റ് ആയിട്ട് തന്നെ എൻഡ് ചെയ്യുന്നുണ്ട്. 8 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. സീസൺ 1 കഥയുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് കംപ്ലീറ്റ്ലി വേറൊരു ഡിഫറെന്റ് സ്റ്റോറിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ചില സ്ഥലത്ത് വരുന്ന ട്വിസ്റ്റ് കാര്യങ്ങളെല്ലാം ഓൾറെഡി എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നിങ്ങൾ സാധാരണ കുറച്ച് സിനിമകൾ സീരീസുകൾ മാത്രമേ കാണാറുള്ളൂ എങ്കിൽ അതൊരു വമ്പൻ ട്വിസ്റ്റ് ഒക്കെ തന്നെയാണ്. എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു സീസൺ തന്നെയാണിത്. എന്തായാലും നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോ. അപ്പം ശരി ഗൈസ്, പാതാൾ ലോക് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക ഗൈസ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.